എല്ലാവർക്കും നമസ്കാരം. എന്താണെന്നറിയില്ല, ഈ സ്റ്റേജിലേക്ക് സംസാരിക്കാൻ വിളിക്കുമ്പോൾ പണ്ട് മുതലേ ഉള്ള ഒരു വിറവൽ അത് ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. കാര്യം വേറൊന്നുകൊണ്ടല്ല, സ്കൂളിലും കോളേജിലും പഠിക്കുന്ന സമയം മുതൽ മെയിൻ ടീച്ചേഴ്സിൻ്റെയും അല്ലെങ്കിൽ പ്രിൻസിപ്പൽ, ഹെഡ് മാസ്റ്റർ എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു രീതിയിൽ അവരുടെ മുമ്പിൽ ചെന്ന് പെടല്ലേ, അല്ലെങ്കിൽ സ്റ്റാഫ് റൂമിൽ നിന്നൊക്കെ ഏറ്റവും കൂടുതൽ പ്രാവശ്യം തെറിയേക്കാൻ വേണ്ടി മാത്രം കയറി പരിചയമുള്ള ഒരാളായിട്ട് പഠിച്ചുകൊണ്ടായിരിക്കാം. കാര്യം എൻ്റെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ ആയതുകൊണ്ടാണ് ചിലപ്പോൾ ഇപ്പോഴും ഈ ഒരു കോളേജിലും സ്കൂളിലും സ്റ്റേജിൽ സംസാരിക്കാൻ ടീച്ചേഴ്സിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമെന്ന് പറയുമ്പോൾ ഒരു വിറവലുണ്ട്. ക്യാമറയുടെ മുമ്പിൽ പക്ഷേ ആ പ്രശ്നമില്ല. കാര്യം ഞാനൊരു 5 സ്കൂളിലായിട്ടാണ് 12ാം ക്ലാസ് വരെ എത്തിയത്. 5 സ്കൂളിൽ പഠിച്ചു. ഓരോ സ്കൂളിലും ഫൈനൽ എക്സാം എത്താറ് റിസൾട്ട് വരുമ്പോഴേക്കും പതിയെ പാരൻസിനെ വീട്ടിൽ നിന്ന് വിളിപ്പിക്കും. എന്നിട്ട് പറയും, മോൻ്റെ ബുദ്ധി ഈ സ്കൂളിൽ തടഞ്ഞു നിൽക്കേണ്ടതല്ല, ഉയർന്നു പറക്കേണ്ടതെന്ന് പറഞ്ഞുവിടും. അപ്പം അങ്ങനെ 5 സ്കൂളിലായിട്ട് എത്തി. അത് കഴിഞ്ഞ് എൻജിനീയറിങ്ങിന് വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ കേരളത്തിൽ അങ്ങനെ ഒരു വളരെ മോശമായിട്ടുള്ള റൂൾ ഉണ്ടായിരുന്നു. 50% മാർക്ക് മിനിമം ഉണ്ടെങ്കിൽ മാത്രമാണ് കേരളത്തിൽ കോളേജിൽ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഇവിടെയും ചാൻസ് ഇല്ലാതെ ഞാൻ നേരെ അങ്ങനെ ബാംഗ്ലൂരാണ് MVJ കോളേജ് എന്ന് പറഞ്ഞ കോളേജിലാണ് എഞ്ചിനീയറിംഗ് ചെന്നത്. അപ്പോൾ അവിടെ അതിനേക്കാളും വലിയൊരു നിയമമുണ്ട്. ഒരു വർഷം 4 പേപ്പറിൽ കൂടുതൽ ബാക്ക് പാടില്ല. 3rd ഇയറിലോട്ട് കയറണമെങ്കിൽ ഫസ്റ്റ് ഇയറിലെ പേപ്പർ ഒന്നും ബാക്ക് പാടില്ല. 4 ഇയറിലേക്കുള്ള ഇയർ ബാക്ക് ആവുകയും ചെയ്യും. അങ്ങനെ എഞ്ചിനീയറിംഗ് ഞാനൊരു 8 വർഷം കൂടി എടുത്തു. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ കോളേജ് ഫംഗ്ഷന് ഞാൻ വരണതിൻ്റെ മെയിൻ കാരണം ഇതാണ്. തോറ്റിട്ട് കയ്യടി കിട്ടുന്ന ഏക സമയം ഈ കോളേജ് ഫംഗ്ഷന് ചെല്ലുമ്പോഴാണ്. ഇത്രയും നാള് പറയാൻ മടിച്ചതും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഉള്ളിൽ തന്നെ ഇന്നും സ്വപ്നം കാണുന്നത്, ദുസ്വപ്നമായിട്ട് കാണുന്നത് +2 എക്സാമാണ് എപ്പോഴും. ആ സാധനത്തിന് കയ്യടി കിട്ടുന്നത് ഇന്ന് വർഷങ്ങൾ കഴിഞ്ഞ് കോളേജിൽ ചീഫ് ഗസ്റ്റ് ആയിട്ട് തോറ്റതിൻ്റെ കഥ പറയുമ്പോൾ കയ്യടിയാണ്. ഇത് നോട്ട് ചെയ്യണം കേട്ടോ, വേറൊന്നുമല്ല. നമ്മളെ ജീവിതത്തിൽ പല സമയത്തും ഈ ഏറ്റവും വലിയ മോശമായിട്ടും അല്ലെങ്കിൽ ഏറ്റവും വലിയ തടസ്സമായിട്ടും നമ്മൾ ശാപമായിട്ടും കാണുന്ന കാര്യങ്ങൾ അതിന് വലിയ വില കൊടുക്കാതെ മാറ്റി മറിച്ച് നമ്മളുടെ ഉള്ളിലെ സ്വപ്നം എന്താണെന്ന് അതിനെ ടൈറ്റായിട്ട് അങ്ങ് പിടിച്ച് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യ സമയത്ത് പ്രാന്താന്ന് പറയും, പിന്നെ നമ്മളോട് ഒരിക്കലും നടക്കില്ല എന്ന് പറയും. പിന്നെയും കടന്നു പോയി കഴിയുമ്പോൾ കടന്നുപോയ ചീത്ത വാക്കുകളും കടന്നുപോയ മോശ സംഭവങ്ങളും കടന്നുപോയ തോൽവികളും നമ്മുടെ ലൈഫിൽ ഒരു പുഷ്പമായിട്ട് മാറും. ഓൺലി ഇഫ് യു ആർ റെഡി ടു ചേസ് യുവർ ഡ്രീം വിത്തൗട്ട് എനി ഫെയിലിയർ. ഈ കോളേജ് ഞാൻ ഒരിക്കലും മറക്കില്ല. എന്താ അറിയോ, ഈ +2 കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഒരു ബൈക്ക് കൈ കിട്ടി. ഞാൻ എഞ്ചിനീയറിങ്ങിന് അവിടെ ആയതുകൊണ്ട് ഈ സെം ലീവിന് മാത്രമായിട്ട് ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ സെമിസ്റ്റർ ലീവും അവിടുത്തെ സെമിസ്റ്റർ ലീവും ചെറിയ വ്യത്യാസമുണ്ട്. അപ്പം എറണാകുളത്തു നിന്നാണ് എൻ്റെ വീട്. എറണാകുളം മുതൽ ഈ കോളേജിൻ്റെ വരാന്ത, അതായത് ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ കൂടി മുതൽ ട്രിവാൻഡ്രം വരെ പെൺപിള്ളേരെ കാണാൻ ബൈക്ക് ഓടിച്ച് കോളേജ് കഴിയുന്ന സമയത്ത് ഒരുപാട് പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ESB കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാമ്പസസ്, അല്ലെങ്കിൽ കേരളത്തിൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് കോളേജസിൽ ചീഫ് ഗസ്റ്റ് ആയിട്ട് കേരളത്തിൽ പഠിപ്പിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് പറപ്പിച്ച് വിട്ട ഞാൻ ചീഫ് ഗസ്റ്റ് ആയിട്ട് 2000 വേണ്ട, വെറുതെ വർഷം പറഞ്ഞു കഴിഞ്ഞാൽ പ്രായം പുറത്താവും. അപ്പം അന്ന് ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് പറപ്പിച്ച് വിട്ട എന്നെ തിരിച്ച് ചീഫ് ഗസ്റ്റ് ആയിട്ട് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഇതേ പ്രിൻസിപ്പൽസും ഇതേ ടീച്ചർമാരും എല്ലാവരും നിൽക്കുന്ന സമയത്ത് കൈയടിച്ച് ഇവിടെ വന്ന് നടുക്ക് സീറ്റ് വെച്ച് ഇരുത്തിയതിന് ഒരുപാട് നന്ദി കേട്ടോ. താങ്ക് യു സോ മച്ച്. ഈ നിമിഷം ഐ ആം ഡെഡിക്കേറ്റിംഗ് ദിസ് ടു മൈ മോം. എൻ്റെ അമ്മയ്ക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. കാര്യം അമ്മയാണ് ഏറ്റവും കൂടുതൽ സ്റ്റാഫ് റൂമിൽ ഒന്ന് കരഞ്ഞിട്ടുള്ള ആള്. ഏറ്റവും കൂടുതൽ ടീച്ചേഴ്സിൻ്റെ അടുത്ത് ഇറങ്ങി പോകുമ്പോൾ കരഞ്ഞിട്ട് അന്ന് കാര്യം ഈ സ്റ്റാഫ് റൂമിൽ വിളിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രിൻസിപ്പളിൻ്റെ വിളിപ്പിച്ച് കഴിഞ്ഞാൽ ഏറ്റവും പ്രശ്നമുള്ള സമയം എന്നറിയോ, അന്ന് രാത്രി ഫുഡ് കഴിക്കാനിരിക്കുന്ന സമയമാണ്. കുന്നുകളെയും. അപ്പം അന്നത്തെ ദിവസമൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ ഏത് കോളേജിൽ നിന്ന് വിളിച്ചാലും എന്തെങ്കിലും സമയം ഉണ്ടാക്കി പോകണമെന്ന് അറിയോ, ദിസ് ഇസ് ഫോർ മൈ മോം. എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഏത് കോളേജിൽ വിളിച്ചാലും പോണത്. കാരണം ഞാൻ ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും ചില കോളേജിൽ നിന്ന് ഇങ്ങനെ ഒരു സാധനം തന്നുവിടും, ചീഫ് ഗസ്റ്റ് എന്നൊക്കെ വെച്ചിട്ട് ഫോട്ടോ ഒക്കെ വെച്ചിട്ട്. ഞാൻ അതുകൊണ്ട് അമ്മയുടെ കൈ കൊടുക്കും, കണ്ട എങ്ങനെ ഉണ്ടെന്ന് വെച്ച്. ഞാനത് തമാശ പറയല്ല, ദിസ് ഇസ് മോർ ദാൻ എന്താ പറയുക, ഒരു
പൈസ കൊണ്ടോ അല്ലെങ്കിൽ എന്തുകൊണ്ടും എനിക്ക് എൻ്റെ അമ്മ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുന്ന സന്തോഷങ്ങളിൽ ഏറ്റവും വലിയ സന്തോഷമായിട്ട് കാണുന്നതാണ് കേരളത്തിൽ ഓരോ കോളേജിൽ ചെന്ന് ചീഫ് ഗസ്റ്റായിട്ട് ചെല്ലുമ്പോൾ നിങ്ങൾ തരുന്ന കയ്യടിയും നിങ്ങൾ ഓരോരുത്തർ തരുന്ന സ്നേഹവും നിങ്ങൾ തരുന്ന ഉപകാരങ്ങളും. ഐ ചെറിഷ് ഈച്ച് ആൻഡ് എവറിത്തിങ്. താങ്ക് യു സോ മച്ച്. ആൻഡ് എൻ്റെ എന്താ പറയുക, ഒരുപാട് റെസ്പെക്ട് ടു ദ ഒഫീഷ്യൽ മാനേജ്മെൻറ്റ്, ടീച്ചേഴ്സ്. എൻ്റെ കൂടെ എനിക്ക് ഈ ഓഫ് റോഡിങ് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആളാണ്. അപ്പോൾ എൻ്റെ കൂടെ ഓഫ് റോഡിങ് ഒക്കെ പോകുന്ന ഒരു ഷാഫി എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ട്. ഷാഫി എന്ന് പറഞ്ഞ ഫ്രണ്ടിൻ്റെ ഓഫ് റോഡിങ് ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ വണ്ടിപ്രാന്തുള്ള ആൾക്കാർ വീട്ടിലുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ അത് സഹിക്കുന്ന ആരാന്നറിയോ? ഭാര്യമാരും അമ്മമാരും വീട്ടുകാരേക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു വണ്ടിപ്രാന്തിനെ സഹിക്കുന്ന എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വൈഫ് ഇവിടെ ഉണ്ട്, സജന എന്ന് പറഞ്ഞിട്ടൊരു മാഡം. നിങ്ങൾക്ക് അറിയോന്നറിയില്ല. ഹായ് ദേർ. പിന്നെ എൻ്റെ ബ്രദറിലോ, നിങ്ങളുടെ നേരെ ക്യാമ്പസിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഒളിവ് അക്കാഡമി കണ്ടിട്ടുണ്ടോ? ആ എൻ്റെ ബ്രദറിലൂടെയാണ്, ബ്രദറിലോ ഫ്രണ്ട്. താങ്ക്സ് ഫോർ കമ്മിങ്. ആൻഡ് മച്ചാമാരെ, എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്, ചേട്ടൻ എങ്ങനെയാണ് സിനിമ കിട്ടിയത്, ചേട്ടൻ എങ്ങനെയാണ് ചാൻസ് കിട്ടിയെന്ന്. എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും, ഇപ്പം സിനിമ അല്ലായിരിക്കാം, സിനിമ അല്ലെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ഓരോ സ്വപ്നങ്ങളുണ്ടാവാം. എന്നോട് ചോദിക്കുകയാണ്, വാട്ട് ഇസ് സീക്രട്ട് ഓഫ് യുവർ സക്സസ്? അല്ലെങ്കിൽ ഈ പോയിന്റിൽ നിൽക്കുന്നത് എന്നെ സംബന്ധിച്ചുള്ള സക്സസ് ആണെങ്കിലും മറ്റുള്ള ആൾക്കാരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ദാറ്റ് മേ നോട്ട് ബി എ ബിഗ് സക്സസ് ഫോർ യുവർ ഐസ്, ബട്ട് ഫോർ മീ ഇറ്റ് ഇസ് എ ബിഗ് സക്സസ്. എൻ്റെ കണ്ണിൽ എൻ്റെ ജീവിതത്തിൽ ഒരു സക്സസ് ആയിട്ട് എനിക്ക് തോന്നുന്നതിൻ്റെ സീക്രട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ സ്വപ്നങ്ങളും അല്ലെങ്കിൽ എൻ്റെ ദുഃഖങ്ങളും സങ്കടങ്ങളും ഒന്നും പുക വലിച്ചും മദ്യപിച്ചും സൊല്യൂഷനാക്കി കുറച്ച് കളഞ്ഞിട്ടില്ല. ഞാനിത് ചുമ്മാ പറയല്ല. നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ജനിച്ചു വന്ന കുടുംബം, ജനിച്ചു വന്ന പശ്ചാത്തലം, അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസ്, നിങ്ങളുടെ റിലേറ്റീവ്സ്, നിങ്ങളുടെ ജാതി എന്തു ആയിക്കോട്ടെ, മുമ്പോട്ട് പോകുന്ന ഒരു സ്റ്റെപ്പ് എടുത്തു വെക്കാൻ പല കാര്യങ്ങൾ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് അവോയ്ഡ് ദീസ് തിങ്സ്. ക്യാരി യുവർ ലൈഫ്, ക്യാരി യുവർ ഡ്രീം. നിങ്ങളോട് എത്തിയിരിക്കും. പച്ചയായിട്ട് ദുഃഖത്തെയും പച്ചയായിട്ട് ടെൻഷനുകളെയും പച്ചയായിട്ട് പ്രശ്നങ്ങളെയും ഫേസ് ചെയ്യാനുള്ള ധൈര്യം ഡെവലപ്പ് ചെയ്തെടുത്താൽ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഒന്നും അല്ലാതെ മാറും. ടേക്ക് മൈ വേർഡ്. പിന്നെ വെറുതെ ഗേൾ ഫ്രണ്ടിന് വേണ്ടി, ബോയ് ഫ്രണ്ടിന് വേണ്ടി, ഫ്രണ്ട്സിന് വേണ്ടി ചെവിയിൽ വന്ന് നെഗറ്റീവ് പറയുന്ന ആൾക്കാർക്ക് വേണ്ടി സ്വപ്നങ്ങൾ വിട്ട് കളയരുത്. ഹോൾഡ് ദം ടൈറ്റ്. ഈ നെഗറ്റീവ് പറയുന്നുണ്ട് ആൾക്കാരെല്ലാവരും. ഞാൻ ചുമ്മാ പറയില്ല കേട്ടോ. എൻ്റെ ഫസ്റ്റ് ഗേൾ ഫ്രണ്ട് ആയത്തത് കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ആയത്തത് എൻ്റെ സിനിമ പ്രാന്ത് കാരണം ഇട്ടിട്ട് പോയതാ. പക്ഷെ ഇപ്പോൾ ഓരോ സിനിമ റിലീസാകുമ്പോൾ ഈ അവസാനം സന്തോഷം എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല, എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. സന്തോഷം എന്ന് പറഞ്ഞ സിനിമയിൽ ഞാനും ഒരു പെൺകൊച്ചും കൂടി ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഉണ്ട് ഡാൻസ് ചെയ്യുന്നത്. ഒരു ദിവസം അവൾ എനിക്കൊരു വീഡിയോ അയച്ചു തന്നു, അവളുടെ മോൻ ഇത് ഡാൻസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ. ഇതൊക്കെയാണ് പറയുന്നത് സ്വീറ്റ് റിവെഞ്ച്. അപ്പൊ നമ്മളിങ്ങനെ എന്താ പറയാ, പല ആൾക്കാരും നമ്മളെ ഇട്ടിട്ട് പോയാലും ചവിട്ട് കിട്ടിയാലും പിന്നീട് നമ്മളുടെ സക്സസ് അവരെ ഇരിക്കപ്പുറത്തി കൊടുക്കില്ല. ഒരു റിയാക്ഷനും ഇപ്പൊ കൊടുക്കാൻ നിൽക്കണ്ട. ബാക്കിൽ കുറെ പേര് ചവിട്ടുന്നുണ്ടാവും, കുറ്റം പറയുന്നുണ്ടാവും. ഡോണ്ട് റിയാക്ട് നൗ. കാര്യം സക്സസ് ഇസ് ദ ബെസ്റ്റ് റിപ്ലൈ ബാക്ക്. വെയിറ്റ് ഫോർ ഇറ്റ്, വർക്ക് ഫോർ ഇറ്റ്. അങ്ങനെ ഒരുപാട് സന്തോഷം ഇന്നിവിടെ ഇൻവൈറ്റ് ചെയ്തതിന്. ആൻഡ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഫെമിനോടൊപ്പം മീറ്റ് ചെയ്യുന്നതും സംസാരിക്കുന്നത്. വെരി ടാലന്റഡ് ആർട്ടിസ്റ്റ്. ഞാൻ മിന്നൽ മുരളി OTT-യിലാണ് അന്ന് റിലീസായത്. അപ്പോൾ ഇപ്പോൾ ഓർക്കേണ്ട, കോവിഡ് സമയത്ത് റിലീസായപ്പോൾ പെട്ടെന്ന് ഒരാൾ വന്ന് ആ സ്റ്റണ്ടും ഫൈറ്റൊക്കെ കാണിക്കാണ്ടപ്പോൾ ഞാൻ വെച്ചു, ഇത് ആരുടേത്? വെരി ഗുഡ്, വെരി ഗുഡ്. ആൻഡ് വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ആൻഡ് താങ്ക് യു സോ മച്ച് കോളേജ്, ടീച്ചേഴ്സ്, സ്റ്റാഫ്, ഫ്രണ്ട്സ്, എല്ലാ മച്ചന്മാർക്കും. ബ്യൂട്ടിഫുൾ പെമ്പിളേരുള്ള കോളേജാണെന്ന് മനസ്സിലായി കയറി വന്ന സമയത്ത്. ആൻഡ് ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. നമ്മൾ പൊതുവെ ടീച്ചർമാരൊക്കെ ക്ലാസ്സിൽ ഇരുന്ന് പറയുന്നൊരു കാര്യമാണ്, നമ്മൾ ബാക്ക് ബെഞ്ചേഴ്സ് എന്ന് പറയുമ്പോൾ അവർക്കൊരു സ്പെഷ്യാലിറ്റി ഉണ്ടല്ലോ. അവർ നമ്മൾ സ്കൂൾ ലൈഫ് കഴിഞ്ഞ് പിന്നെ കാണുമ്പോൾ അവർ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് അവർക്ക് കുറച്ചുകൂടി ഇൻസ്പയർ ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ബാക്ക് ബെഞ്ചേഴ്സ് പിള്ളേരെക്കുറിച്ച്, അല്ലെങ്കിൽ ബാക്ക് ബെഞ്ചേഴ്സിന് എങ്ങനെ ടോപ്പ് ചെയ്യാം ലൈഫിൽ, അവർക്ക് എങ്ങനെ സക്സസ്ഫുൾ ആകാം എന്നൊരു ചെറിയൊരു മോട്ടിവേഷൻ തരുമോ? എനിക്ക് തോന്നിയൊരു കാര്യമാണ്, സത്യമാവണമെന്നില്ല, ചിലപ്പോൾ എൻ്റെ മാത്രം ഒരു തോന്നലാവാം. ലൈഫിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത്, നമുക്ക് മിടുക്കനും മിടുക്കികളും അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന മേഖലയിൽ ചിലപ്പോൾ നല്ല പോലെ മാർക്ക് വാങ്ങിക്കാൻ കഴിവുള്ള ഒരാളെന്ന് വെച്ചാൽ നല്ല പോലെ മെമ്മറി ഉള്ള ആൾ, ഒരു കാര്യം പഠിച്ച സാധനം ഓർത്ത് വെച്ച്
അടുത്ത എക്സാം വരുമ്പോൾ അത് റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കഴിവുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും മാർക്ക് മാനിക്കാൻ പറ്റും. എല്ലാവർക്കും സ്കൂളിലിരിക്കുന്ന സമയത്ത് മാർക്ക് വാങ്ങി സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങി ആ മാർക്ക് വെച്ച് കോളേജിൽ കയറി ആ മാർക്ക് വെച്ച് കോളേജിൽ നിന്നും നല്ല പ്ലേസ്മെന്റ് വരെ എത്താനായിട്ട് നമ്മളെ സഹായിക്കും. പക്ഷെ ആ സമയം ചിലപ്പോൾ ഇവിടെ എല്ലാം സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാക്ക് ബെഞ്ചേഴ്സ് ആയിരിക്കും. ഈ സമയത്തെല്ലാം ഏറ്റവും കുറവ് മാർക്ക് വാങ്ങിച്ചു, ഏറ്റവും കുത്തുവാക്കുകൾ കേട്ട്, ഏറ്റവും തോൽവി കൈവാങ്ങി, നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുമ്പിൽ ഒന്നും കൊള്ളാത്തവനെന്ന് കേട്ട് 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 അവനും എവിടെയെങ്കിലും ഒരു 10-20 വയസ്സാവുമ്പോൾ അവനും ലൈഫിൽ എവിടെയെങ്കിലും എത്തി നിൽക്കും, നല്ലോണം പഠിച്ചവനും എത്തി നിൽക്കും. പക്ഷെ വ്യത്യാസം, ലൈഫിൽ ഏറ്റവും വലിയ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നല്ല മാർക്ക് വാങ്ങിച്ച ഒരാൾ ഒറ്റ തോൽവി മതി, അത് ടേക്ക് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ആ തോൽവി ഒരു ഗേൾ ഫ്രണ്ടിൻ്റെ സൈഡിൽ നിന്നാവാം, ഒരു ബോയ് ഫ്രണ്ടിൻ്റെ സൈഡിൽ നിന്നാവാം. കേട്ടിട്ടില്ലേ തൂങ്ങി മരിച്ചത്, ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറയുന്നത്? ആ ഒരു പ്രവണത പൊതുവെ ബാക്ക് ബെഞ്ചേഴ്സിന് കുറവായിരിക്കാം. കാര്യം ദേ ആർ യൂസ്ഡ് ടു ഫെയിലിയർ. മാഡം, ഞാൻ ജനിച്ചിട്ട് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഒരു വിജയം എന്ന് പറഞ്ഞ് എൻ്റെ അമ്മ ചിരിച്ചു കാണുന്നത് SLC എക്സാമിൻ്റെ റിസൾട്ട് വന്നു. 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് വരുന്നതിൻ്റെ തലേ ദിവസം എൻ്റെ വീട്ടിൽ എൻ്റെ ആൻറ്റിമാർ അങ്കിൾമാരൊക്കെ വിളിച്ചിട്ട് എൻ്റെ അമ്മയോട് പറഞ്ഞു, എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്, അന്ന് മൊബൈൽ ഫോണല്ല, ലാൻഡ് ഫോണാണ്, അവനെ നാളെ റിസൾട്ട് വരും. അപ്പം എൻ്റെ ഫാമിലിയിൽ ഒരു അങ്കിള് 10ാം ക്ലാസ് പോയിട്ട് ഒളിച്ചോടിയിട്ടുണ്ട് പണ്ട്. ആ ഡൂഡ് ഒളിച്ചോടിയേക്കണ കാരണം എന്നെ വിളിച്ചിട്ട് എൻ്റെ മമ്മിയുടെ അടുത്ത് ഉപദേശിച്ചു കൊടുക്കുകയാണ്, നാളെ ഒന്നും പറയണ്ട അവനെ, അറിയാലോ ഷാജിയുടെ കാര്യം, ചിലപ്പോൾ എങ്ങാനും അത് ഒളിച്ചോടും, ഒന്നും പറയണ്ട. അപ്പം ഞാൻ അവരൊക്കെ ഉറപ്പിച്ചു തോക്കുന്നുള്ളത്. പക്ഷെ റിസൾട്ട് വന്ന സമയത്ത് 400 ചില്ലറ മാർക്കിൽ ഞാൻ പാസ്സായി. പക്ഷെ അന്നാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അമ്മ ഒന്ന് ചിരിച്ച്, അല്ലെങ്കിൽ എന്താ പറയുക, എനിക്ക് ഇപ്പോഴും അറിയില്ല ആ എക്സ്പ്രഷൻ എന്താണെന്ന്, റിസൾട്ട് കേട്ടിട്ടുള്ള അമ്മയുടെ മുഖത്തുള്ള ആ ഒരു സംഭവം. പപ്പയൊക്കെ എനിക്ക് തോന്നുന്നു ലോട്ടറി അടിച്ച് പോലെ സ്കൂട്ടർ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് കിടന്നു വെച്ചത്. ഇത് കഴിഞ്ഞ് പിന്നെ ആ സന്തോഷത്തിന് മുമ്പ്, അതായത് ഞാൻ എടുത്തു പറയാൻ കാര്യം, ആ സന്തോഷം തരുന്നതിന് മുമ്പ് ഒരു വീട്ടിലൊരു വിജയം വരുന്നതിന് മുമ്പ് 1000 തോൽവി കൊണ്ടുവന്ന ഒരുത്തനാണ് ഞാൻ. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ തോൽവികളാണ് നമ്മളെ സ്ട്രോങ്ങർ ആക്കുന്നത്. ബിക്കോസ് ഫെയിലിയർ ആണ് നമുക്ക് എടുക്കാൻ ഏറ്റവും പാട്. ദ അഡ്വാൻറ്റേജ് ഓഫ് ബാക്ക് ബെഞ്ചർ ഇസ് അവൻ തോറ്റ് ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയാം, ചിലപ്പോൾ സമയമുണ്ടോ. പണ്ട് എൻ്റെ കണ്ടുപിടുത്തൊന്നുമല്ല, ഒരു വിവരമുള്ള ഒരാൾ എവിടെ ഇരുന്ന് പറഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര ഉപകാരപ്പെട്ടു. ഈ ശബരിമലക്ക് പോകുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചിട്ടില്ലേ? മുണ്ടെടുത്ത് കറുപ്പിട്ട് ആൾക്കാർ ശബരിമലക്ക് പോകുന്ന ആൾക്കാർ. ഈ ഒരു കഥ കേട്ടോ അത്. പണ്ട് മലക്ക് പോകുന്ന ഒരാള് വൈകിട്ട് നടന്നു പോകുന്ന ആള് വൈകിട്ടായപ്പോഴേക്കും ഒന്ന് കിടന്നുറങ്ങാനായിട്ട് ഒരു മരത്തിന്റെ, നല്ലൊരു ആൽമരത്തിന്റെ താഴെ വിശ്രമിക്കാൻ കിടന്ന സമയം എണിറ്റ് പോയപ്പോ ഒരു കല്ല് കണ്ടു. ആ കല്ല് കണ്ടപ്പോൾ ഇയാൾ ബേസിക്കലി ഒരു ശില്പിയാണ്. അതായത് ഈ കല്ലില് ദൈവത്തിന്റെ വിഗ്രഹങ്ങൾ കൊത്തുന്ന ആളാ. ഈ കല്ല് കണ്ടപ്പോൾ ആ കല്ല് ഒരു ഇഷ്ടം തോന്നി. അയാള് ആ കല്ല് വെച്ച് കിട്ടുന്ന സാധനം വെച്ച് അടിച്ചടിച്ച് ഒരു ദൈവരൂപം പോലെ ചുമ്മാ ആക്കാലോ നീച്ച് തുടങ്ങിയതാ. ഒരു കല്ലെടുത്ത് നേരെ അടിച്ചടിച്ച്, കാണാൻ നല്ല ഭംഗിയുള്ള കല്ലായിരിക്കണം എടുത്തത്. ഒരു 10 അടി അടിച്ചപ്പോൾ തന്നെ കല്ല് നേരെ ഇങ്ങേരോട് പറഞ്ഞ്, മച്ചാനെ വേദന എടുത്തിട്ടുള്ള ഈ പരിപാടി എനിക്ക് വേണ്ട, വിട്ടേരെന്ന് പറഞ്ഞു. ആ കല്ല് അവിടെ തന്നെ ഇട്ടു. ഈ കല്ലിന് അടിക്കുന്നത് കണ്ടിട്ട് തൊട്ടപ്പുറത്ത് കിടന്നിരുന്ന അത്ര കഴിവ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, കാണാൻ ഭംഗിയുള്ള കല്ലല്ല, പക്ഷെ കല്ല് അങ്ങോട്ട് ചോദിച്ചെന്നാ പറയണത്, എത്ര വേന വേണമെങ്കിലും എടുക്കാൻ ഞാൻ തയ്യാറാണ്, എന്നിൽ ഒരു രൂപം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. പുള്ളി എന്തായാലും ഇതിനുവേണ്ടി മെനക്കെട്ടാണ്. പുള്ളി അവിടെ നിന്ന് എടുത്ത് കിട്ടിയ സാധനം വെച്ച് അടിച്ചടിച്ച് ഒരു ചെറിയ രൂപമാക്കി ആ സൈഡിൽ വെച്ചിട്ട് പോയി. പുള്ളിയുടെ പാട്ടിന് പോയി. അതിലെ വന്ന ഒരുപാട് ഭക്തജനങ്ങൾ വന്ന ആൾക്കാരെല്ലാം വിശ്രമിക്കാൻ അവിടെ വന്നിരുന്നതിൽ ഒരുത്തൻ ഒരു തോന്നൽ തോന്നി, ഒരു പൂ എടുത്ത് അതിൻ്റെ താഴെ വെച്ചേക്കാന്ന്. കാര്യം കണ്ടപ്പോൾ നല്ലൊരു ദൈവ വിഗ്രഹം പോലെ തോന്നി. ഒരു പൂ എടുത്ത് അതിൻ്റെ താഴെ വെച്ചു. ഈ പൂ വെച്ച് പോയി കണ്ട് വന്ന ആൾക്കാർ അവിടെ നിന്ന് പോണ സമയത്ത് 1 പൂവായി, 2 പൂവായി, 3 പൂവായി, പിന്നെ അവിടെ ഹാരങ്ങളായി. ശബരിമലക്ക് പോകുന്ന ആൾക്കാർ മുഴുവൻ അവിടെ വന്ന് പോവാത്ത, മീൻസ് പൂ ഇടാതെ പോവാത്ത ഒരു രീതിയായി മാറി. ആളുടെ എണ്ണം കൂടി. മിക്കവാറും മിക്ക പള്ളികളുടെയൊക്കെ മുമ്പിൽ കാണാം. ഇപ്പം ഞങ്ങളുടെ അവിടെയൊക്കെ സെന്റ് ആൻഡീസ് പള്ളിയുടെ ഫ്രണ്ടിലൊക്കെ അങ്ങനെ ചൊവ്വാഴ്ചയായി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ പോലെ അതിൽ ഒരാൾക്കൊരു ഐഡിയ തോന്നി, ഒരു തേങ്ങ അടിച്ചേക്കാം. അപ്പൊ തേങ്ങ അടിക്കാൻ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും തൊട്ട് സൈഡിൽ ഒരു കല്ല് വലിച്ചിട്ട് ഒരു തേങ്ങ അടിച്ച് ഫസ്റ്റ് അടി. നമ്മളറിയാലോ, എന്തെങ്കിലും സാധിച്ചു കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങയല്ല
മറ്റിട്ട് എന്ത് വേണേൽ ചെയ്യാനും നമ്മുടെ ആൾക്കാർ തയ്യാറാ. വന്ന ആൾക്കാർ മുഴുവൻ തേങ്ങയടിക്കാൻ തുടങ്ങി. അവസാനം ആ വിഗ്രഹത്തിന് പ്രീതി കൂടുന്തോറും തേങ്ങയുടെ നമ്പറും അങ്ങ് കൂടി. അടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് ആ രണ്ടാമത് വലിച്ചിട്ട കല്ല് എന്നറിയോ? ആദ്യം വേദന സഹിക്കാനായിട്ട് തയ്യാറായിരുന്ന കല്ലാണ് ആ വന്ന് മുമ്പിൽ വീണത്. ഇപ്പൊ കല്ലിന് മറ്റേതിന് നെയ്യ് കൂടുമ്പോ പൂവ് കൂടുമ്പോ ഇവിടെ അടി കൂടും എന്ന് പറഞ്ഞ പോലെയാണ് ജീവിതത്തിൽ ബാക്ക് ബെഞ്ചേഴ്സ് ആണോ ഇല്ലേ എന്നുള്ളതല്ല. ചിലപ്പോ കോളേജിൽ നിന്ന് ഇറക്കി വിട്ടവനെയൊക്കെ കുറെ വർഷം കഴിഞ്ഞ് ചീഫ് ഗസ്റ്റ് ആയിട്ട് ഇതേപോലെ വിളിച്ചിരുത്തേണ്ട വരും. ഹലോ, ഹായ്. ചേട്ടൻ ഇപ്പം ഒരു ആക്ടർ ആയല്ലോ. അപ്പം ചേട്ടൻ ഇപ്പം തിരിഞ്ഞു നോക്കുവാണ്. ഒരു 18-19 ഇയേഴ്സ് ഉള്ള കോളേജ് സ്റ്റുഡന്റ് ആയിരുന്നുള്ള അമിത്തിനെ കാണുവാന്ന് വെച്ചു. ചേട്ടൻ എന്താണ് ആ അമിത്തിന് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു ഉപദേശം? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് നഷ്ടപ്പെടുത്തിയ കുറേ നിമിഷങ്ങളുണ്ട്. മേ ബി ഇന്നിപ്പോൾ പ്രത്യേകിച്ച് ഇന്നിപ്പോൾ യങ് ആയിട്ടുള്ള ആക്ടേഴ്സിനെ കാണുമ്പോൾ, അല്ലെങ്കിൽ പുതിയ യങ് ആയിട്ടുള്ള ആക്ടേഴ്സ് ഇൻഡസ്ട്രിയിൽ വന്ന് പെർഫോം ചെയ്യുന്ന സമയത്ത്, ഇന്ന് ഇപ്പോൾ സിസ്റ്റർ ചോദിച്ച സെയിം ചോദ്യം എന്നോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അതായത് ഞാനൊക്കെ ആ സമയത്ത് എന്ത് കാണിച്ച് നടക്കുമായിരുന്നു. അതായത് പല സമയവും എൻ്റെ ഉള്ളിൽ എടുത്തൊരു ഫ്രണ്ടിനോടോ അല്ലെങ്കിൽ റിലേറ്റീവിനോടോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ആൾക്കാരോട് ചെന്നൊരു അവസരം ചോദിക്കാനായിട്ട് ഉള്ളിൽ ആഗ്രഹമുണ്ട്. പക്ഷെ അവസരം ചോദിക്കാൻ മടിയായിരുന്നു, പേടിയായിരുന്നു, ചമ്മലായിരുന്നു. കാര്യം എല്ലാ ദിവസവും സിനിമ കാണുമ്പോഴും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമ ടി വിയിലോ ഇതിലും കാണുമ്പോഴെല്ലാം ഉള്ളിൽ ആഗ്രഹം തോന്നിയിട്ട് നേരെ കിടക്കുന്നതിന് മുമ്പ് നമ്മൾ കണ്ണാടിയുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ഒരു പരിപാടിയില്ലേ, നമ്മൾ ഈ കണ്ണാടിയുടെ മുമ്പിൽ വന്ന് നോക്കിയിട്ട് നമ്മൾ ദാരിദ്ര്യം, നമ്മളോട് തന്നെ പറയും. നമ്മളോട് തന്നെ പറഞ്ഞ് നമ്മളുടെ സ്വപ്നത്തിന് നമ്മൾ തന്നെ കൊന്ന് മടക്കി ഒടുക്കി നേരെ വെച്ചിട്ട് കിടന്നുറങ്ങും. ദൈവത്തോർത്ത് ചെയ്യരുത്. ഇപ്പോൾ സിസ്റ്റർ ചോദിച്ച സെയിം കാര്യമാണ്. ഇത്രയും വർഷം, ഒരുപാട് വർഷം സിനിമയിൽ നിന്ന് എന്നെ അകറ്റി നിർത്തിയതും ഒരുപാട് പ്രാവശ്യം പോയി അവസരങ്ങൾ ചോദിക്കേണ്ട സ്ഥലത്ത് നമ്മളുടെ ഈഗോ, ഫിയർ ഓഫ് ഫെയിലിയർ, ഞാനൊരു അവസരം ചെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കിട്ടിയില്ലെങ്കിലോ, ചിലപ്പോൾ കളിയാക്കിയാലോ, നാണം കെട്ടാലോ എന്ന സാധനമാണ് എൻ്റെ സമയം കളഞ്ഞത്. നിങ്ങളുടെ ഉള്ളിലും ആഗ്രഹത്തിന് ഇതേപോലെ ഫിയർ ഓഫ് ഫെയിലിയർ നിങ്ങളെ ബാക്കിലോട്ട് വലിക്കുന്നുണ്ടെങ്കിൽ കില്ലിറ്റ്. എനിക്ക് നഷ്ടപ്പെട്ടത് ഒരുപാട് കാര്യം, ഒരുപാട് അവസരങ്ങൾ, ഒരുപാട് സമയം നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തരുത്.